ഹായ് ഗൈസ്, മല്ലുകൊണ്ട് വിളിച്ചത് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഗൊറില്ലയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഗൊറില്ലയിൽ നമുക്ക് ഇന്ന് വണ്ടിയുടെ ഫസ്റ്റ് സർവീസിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസാണ്. എന്താണ് ഫസ്റ്റ് സർവീസിൻ്റെ കോസ്റ്റ്, കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് സർവീസ് ആയിട്ടുണ്ട് വണ്ടിയുടെ. 500 കിലോമീറ്റർ അല്ലെങ്കിൽ 45 ഡേയ്സാണ് അവർ പറയുന്നത്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ കിലോമീറ്റർ ഏകദേശം ആവാറുണ്ട്. ദിവസം നോക്കുകയാണെങ്കിൽ ഇനി 10 ദിവസവും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് സർവീസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. ഇന്ന് രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മുടെ കിലോമീറ്റർ എത്ര ഓടിയും നമ്മൾ മീറ്ററിലൊന്ന് നോക്കാം. ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കട്ടെ. ഇവിടെ 458 കിലോമീറ്ററാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ സർവീസ് സെൻറ്ററിലെത്തി. സർവീസ് സെൻറ്ററിൽ കുറേ വണ്ടികളൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി സർവീസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ റോയൽ എൻഫീൽഡ് ട്രിവാൻഡ്രത്താണ് വന്നേക്കുന്നത്. എൻ്റെ സർവീസ് സെൻറ്ററിലാണ്. റോയൽ എൻഫീൽഡ് സർവീസ് സെൻറ്റർ ട്രിവാൻഡ്രത്താണ് ഞാൻ വന്നേക്കുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി സർവീസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സർവീസ് കഴിഞ്ഞെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ സർവീസിന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞിട്ടുള്ള എന്ന് പറയുന്നത്. പക്ഷേ സർവീസ് വാഷിങ്ങൊന്നും അത്ര നല്ലതല്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അവർ ചെയിൻ ലൂബൊക്കെ എടുത്ത് വെച്ച് അടിച്ചു തരുവാണ്. ഫുള്ള് ഒരുമാതിരി ഡീസലൊക്കെ ആയിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സർവീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം സർവീസിൻ്റെ അകത്ത് നമുക്ക് ഇവർ പറഞ്ഞു നിൽക്കുന്നത് വെച്ചാൽ വാട്ടർ സർവീസാണ് മെയിനായിട്ട് ഫ്രീ സർവീസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ലേബർ ചാർജ് വാട്ടർ സർവീസ് മാത്രമാണ് ഇതിനകത്ത് ഫ്രീ വരുന്നത്. അപ്പോൾ നമുക്ക് സർവീസ് കോസ്റ്റ് ഏകദേശം വന്നേക്കുന്നത് വെച്ചാൽ 1671 രൂപയാണ് കറക്റ്റ് വരുവാണെങ്കിൽ വരുന്നത്. 1671 രൂപയാണ് സർവീസ് കോസ്റ്റ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വന്നതെന്ന് വെച്ചാൽ, ഒന്നെന്ന് വെച്ചാൽ അവർ നൈട്രജൻ പ്രഷർ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ എയർ നമ്മൾ സാധാ എയറാണ് വണ്ടി എടുക്കുമ്പോൾ വരുന്നത്. അത് മാറ്റിയിട്ട് അവർ നൈട്രജൻ വാങ്ങുക, അതിനൊരു 70 രൂപ വാങ്ങുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്രീ സർവീസ് കൂപ്പൺ, അപ്പോൾ അത് 0 ആണ് കിടക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഓയിലിന് നമുക്ക് വരുന്നത് വെച്ചാൽ 1150 രൂപയാണ് എൻജിൻ ഓയിലിന് വരുന്നത്. പിന്നെ ചെയിൻ ലൂബ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് GST കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് 196 രൂപ വരുന്നുണ്ട്. പിന്നെ ഫിൽട്ടർ ആണെന്ന് തോന്നുന്നു ഒരു 254. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സർവീസിൽ വരുന്നത് വെച്ചാൽ 1671 രൂപയാണ് മൊത്തത്തിൽ ടോട്ടൽ വരുന്നത്. അതിൽ എൻജിൻ ഓയിൽ വാങ്ങുന്നുണ്ട്, ചെയിൻ ലൂബ് ചെയ്യുന്നുണ്ട്, വാട്ടർ സർവീസ്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ വാട്ടർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയൊന്നും ഇല്ല. അവർ ചുമ്മാ വെള്ളം അടിച്ച് വിടത്തേ ഉള്ളൂ. അതായത് ചുമ്മാ കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ എനിക്കൊന്ന് ഡീസൽ വാഷ് ചെയ്യാനാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്ന ആ ഡീസലിൻ്റെ മഴയെല്ലാം പോകാൻ വേണ്ടി. അപ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സർവീസ് സെൻറ്റർ നോക്കുന്നതായിരിക്കും. റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്റർ എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നേരിട്ട ഒരു സർവീസ് സെൻറ്റർ അത്ര നല്ലതല്ലായിരുന്നു എന്ന് തന്നെ പറയാം. വാഷിംഗ് ഒന്നും പോരായിരുന്നു. അതിനേക്കാൾ നല്ലത് നമ്മൾ വാഷ് ചെയ്യുന്നതാണ്. അവർ ഫോഴ്സിലാണ് നല്ല വാഷ് ചെയ്യുന്നത്. നമ്മുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പുതിയ വണ്ടിയായി അല്ലെങ്കിൽ ആ ഒരു വണ്ടി എന്നുള്ള രീതിയിലല്ല പറയുന്നത്. പല വണ്ടികളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ സർവീസ് അവർക്കൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് പോരാ. എല്ലാ ഷോറൂമിലെ സർവീസും കാര്യം പറയുന്നത് ചില സർവീസിൽ അങ്ങനെ ആയിരിക്കാം. എനിക്ക് ഫസ്റ്റ് സർവീസ് ഞാൻ പലയിടത്തും ബുക്ക് ചെയ്തിട്ട് മഴ സമയം ആയതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ളിടത്ത് പോയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഷോറൂം അടുത്തത് എന്നുള്ള നോക്കാതെ വണ്ടി സർവീസ് ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് നല്ലൊരു റിവ്യൂ ഉള്ള ഗൂഗിളിലെ റിവ്യൂ നോക്കാതെ നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിച്ച് അവരുടെ അഭിപ്രായം പ്രകാരം പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. ഞാനും അങ്ങനെ ആയിരുന്നു നോക്കി വെച്ചിരുന്ന ഷോറൂം ബുക്ക് ചെയ്തത്. ഈ മഴയുടെ കാരണം ഞാൻ അടുത്ത് തന്നെ വണ്ടി സർവീസ് ചെയ്യാൻ, വണ്ടിയുടെ കിലോമീറ്റർ ഏതാണ്ട് 458 ആയപ്പോഴാണ് ഞാൻ സർവീസിന് വണ്ടി കൊടുക്കുന്നത്. ഇപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു 600 ആയാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഡേയ്സ് കഴിഞ്ഞ് പോകരുത് എന്നുള്ളത് ഇത് പറയുന്നുണ്ട്. നമ്മുടെ വണ്ടി എടുത്തിട്ട് ഒരു 30 ദിവസം, 1 മാസം കഴിയാറായി. ഫസ്റ്റ് സർവീസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് സർവീസ് കോസ്റ്റ് അപ്പോൾ ഇത്രയാണ് വരുന്നത്. 1671 രൂപയാണ് ഫസ്റ്റ് സർവീസ്.